ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 2025 പുതുവർഷത്തിലേക്ക് സ്വാഗതം. 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഒരു വർഷത്തെ ഫലങ്ങളാണ് പറയുന്നത്. സൂചനകളാണ്. ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാധ്യമാകണം എന്നുള്ള ആ ഒരു പൂർണ്ണതയിലല്ല, സൂചനകളാണ്. ഭാരതീയ ജ്യോതിഷം പാശ്ചാത്യ, അതായത് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഗ്രഹങ്ങളുടെ ആ യാത്ര ഗ്രഹദേവതമാരുടെ യാത്രയായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം അറിയുക. ഇപ്പോൾ വ്യാഴൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ബൃഹസ്പതിയുടെ മാറ്റമാണ്. ഇപ്പോൾ ശനിയുടെ മാറ്റം, സാറ്റേണിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ശനി ഭഗവാന്റെ മാറ്റമാണ്. രാഹു കേതുക്കളുടെ മാറ്റം എന്നുള്ളത് രാഹു ദേവതയായിട്ടാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? കേതു ദേവതാസ്ഥാനമാണ്. നവഗ്രഹ ദേവതമാരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്ഷേത്രങ്ങളിലെ നവഗ്രഹ ദേവതാ പ്രതിഷ്ഠ. അപ്പോൾ പാശ്ചാത്യ ജ്യോതിഷത്തിൽ തികച്ചും വ്യത്യസ്തമാണ്. ഗ്രഹങ്ങളായിട്ട് കാണുന്നു. നമ്മൾ അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ടാണ്. അത് ഭാരതീയ ഒരു പൈതൃകം, ഭാരതീയമായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്. ഇവിടെ ഹിമാലയ മൗണ്ടൻസ് നമ്മൾ പറയുമ്പോൾ പർവ്വതത്തിന് ഹിമവാനായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. പ്രധാനപ്പെട്ട നദി നമ്മൾ സംസാരിക്കുമ്പോൾ ദേവിയായിട്ടാണ്. ഗംഗാദേവിയാണ്, സരസ്വതി, യമുന, കാവേരി. അപ്പോൾ അവിടെ ഒരു പുരുഷഭാവവും സ്ത്രൈണത്വവും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങൾക്കും, ഒരു വൃക്ഷത്തിന് പോലും നമ്മൾ ആ ഒരു പെർസോണിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള. ഓരോ മരങ്ങൾക്കും, ഓരോ വൃക്ഷലതാദി എന്നുള്ള ഒരു സങ്കല്പമാണ്. എല്ലാത്തിനെയും നമ്മൾ പെർസോണിഫൈ ചെയ്യും. എല്ലാം ഈശ്വര സൃഷ്ടിയായിട്ട് നമ്മൾ കണക്കാക്കുകയും ഒക്കെ ചെയ്ത്, അത് തൂണിലും തുരുമ്പിലും അദ്ദേഹമുണ്ട്, ഭഗവാനുണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടല്ല, ഗ്രഹദേവതാ സങ്കല്പത്തിൽ ആ യാത്ര ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മൾ പറയുവാൻ ശ്രമിക്കുന്നത്. ഭാരതീയ ആചാരപ്രകാരം ഭക്തിസാന്ദ്രമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് അനുകൂലമല്ലാത്ത ഫലങ്ങൾ കുറച്ചൊക്കെ അനുകൂലമാക്കി എടുക്കുവാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ്. അതുപോലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ വന്നെത്തുവാനുള്ള പ്രാർത്ഥനയും ഇതിൽ പറയുന്നുണ്ട്. പൊതുവെ നല്ല സമയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 6 ശനി നിന്നാലും 11 വ്യാഴം നിന്ന് കഴിഞ്ഞാലും ബലവാനായിട്ട് 2 ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഫലസിദ്ധി വരണം എന്നില്ല. പൂർണ്ണമായിട്ടും അനുകൂലമായിട്ട് ഫലസിദ്ധി വരണം എന്നില്ല. ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരും, ചില കാര്യങ്ങളിൽ അത്ര അനുകൂലമാകണം എന്നില്ല. എന്നാലും പൊതുവെ അനുകൂല ഫലങ്ങളാണ് കാണുന്നത്. നമുക്ക് ചില രാശികളെക്കുറിച്ച് പറയാൻ പറ്റും. മറ്റു ചില രാശികൾക്ക് അത്ര നല്ല ഫലങ്ങളല്ല, ഈ വർഷം അത്ര നല്ലതല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ നല്ലതല്ല എന്ന് പറയുമ്പോൾ എല്ലാം അങ്ങോട്ട് മോശമാണെന്നുള്ളതല്ല. ചില കാര്യങ്ങൾ നന്നായിരിക്കും, ചില കാര്യങ്ങൾ അത്ര ശുഭത്വം വരണം എന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഭാരതീയ ആചാരപ്രകാരം പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പ്രാർത്ഥന കൊണ്ട്, സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. മനസ്സിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി ഫലങ്ങളിലേക്ക് കിടക്കുകയാണ്. രാശിഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ വർഷം 2025 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം മാറുന്നു 2025 എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സ്ലോ മൂവിങ് പ്ലാനറ്റ് എന്ന് നമ്മൾ പറയുന്ന സാറ്റേൺ, അതായത് ശനിയുടെ മാറ്റം വരുന്നുണ്ട്. 2.5 വർഷത്തിലൊരിക്കലാണ് ശനിയുടെ മാറ്റം വരുന്നത്. അത് മാർച്ച് മാസത്തിൽ മാറുന്നു എന്നുള്ളതാണ്. പിന്നീട് വരുന്ന വ്യാഴൻ്റെ മാറ്റമാണ്, ദൈവാധീന കാരകനായിട്ടുള്ള വ്യാഴൻ്റെ മാറ്റമാണ്. അത് മെയ് മാസത്തിൽ വരുന്നു. മെയ് മാസത്തിൽ രാഹു കേതുക്കളുടെ മാറ്റവും വരുന്നു, അതായത് ഛായാഗ്രഹങ്ങൾ. അപ്പോൾ 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പലപ്പോഴും നമ്മൾ സന്തോഷമായാലും അനുകൂലമല്ലാത്ത ഫലങ്ങളായാലും അനുഭവിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് പലരും ഈ ശനിയുടെ മാറ്റം ഇപ്പോൾ എങ്ങനെയാണ്, ഇടര ശനിയാണോ കണ്ടക ശനിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാരണവും അത് തന്നെയാണ്. ആ ശനിയുടെ മാറ്റം വരുന്നു.
പിന്നീട് വ്യാഴൻ ദൈവാധീനകാരകനാണ്. എന്ത് പ്രയാസങ്ങളുണ്ടായാലും എങ്ങനെയെങ്കിലും അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും വ്യാഴൻ അനുകൂലമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നീട് രാഹുകേതുക്കളുടെ സ്ഥാനം എവിടെയാണോ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഛായാഗ്രഹങ്ങളാണ് എല്ലാം ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പോലും അത് നടക്കാണ്ട് പോകാനായിട്ടുള്ളൊരു സാധ്യത രാഹുകേതു സാന്നിധ്യം കൊണ്ടുണ്ടാകും എന്ന് പറയും. ജ്യോതിഷത്തിൽ തന്നെ രാഹുബന്ധനം കേതുബന്ധനം എന്നൊക്കെ ചില ആചാര്യന്മാർ പറയാറുണ്ട്. വ്യാഴനാണോ, വ്യാഴൻ നല്ല സ്ഥാനം, പക്ഷെ എന്ത് ചെയ്യാനാ, കേതുബന്ധനം ഇല്ലേ അല്ലെങ്കിൽ രാഹുബന്ധനം ഇല്ലേ എന്ന് പഴയ ചില ജ്യോത്സ്യന്മാർ പറയുന്ന പൊതുവേ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ബന്ധിക്കുവാനുള്ളൊരു കഴിവ് കൂടെ രാഹുകേതുക്കൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ 4 ഗ്രഹങ്ങളും മാറുന്നു. പൊതുവേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം വളരെ നന്നായിരിക്കുന്ന കുറച്ച് രാശികളുണ്ട്. അവർക്ക് രണ്ടാം ഭാഗം ഈ വർഷത്തിൻ്റെ 2025 ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് അത്ര നന്നായിരിക്കില്ല. എന്നാൽ 2025 ആദ്യ ഭാഗം കുറച്ച് പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഏറിയിരിക്കുന്ന രാശിക്കാർക്ക് ഈ വർഷത്തിൻ്റെ രണ്ടാം ഭാഗം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന അല്പം കൂടി മെച്ചപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഏറ്റവും പ്രാധാന്യം ജാതകത്തിനാണ്. ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശയും അപഹാരവും ഉണ്ടോ, 1. 2 ഭാഗ്യസ്ഥാനം എങ്ങനെയാണ്, ധനസ്ഥാനം എങ്ങനെയാണ്, ആരോഗ്യസ്ഥാനം എങ്ങനെയാണ്, കളത്രസ്ഥാനം എങ്ങനെയാണ്, ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഏതിനാണോ ബലം, ഇപ്പം ധനസ്ഥാനത്തിന് ബലമുള്ള ഒരാൾക്ക് 11 വ്യാഴൻ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ധനം ധാരാളം വരും, സംശയം വേണ്ട. അപ്പോൾ ഇപ്പോൾ 7.5 ശനിയുള്ള ഒരാൾക്ക് ശനി അത്ര അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ജാതകത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അനുകൂലമല്ലാത്ത ഫലങ്ങൾ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം മാറ്റങ്ങളുള്ള 2025 ജാതക പരിശോധന ഒന്ന് നടത്തുന്നത് നന്നായിരിക്കും. സ്വന്തം ജാതകം ഒന്ന് പരിശോധിക്കുന്നത്, ഒരു ദൈവജ്ഞനെ കൊണ്ട് അത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില പരിഹാരങ്ങൾ കൂടി ചെയ്യുവാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി 2025 പ്രത്യേകിച്ച് ഈ വർഷത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. പിതൃപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. കാരണവസ്ഥാനീയരെ വണങ്ങുകയും വേണം, ആചാര്യസ്ഥാനീയരെയും വണങ്ങണം ഈ വർഷം. നേരത്തെ പറഞ്ഞു, ആദ്യ ഭാഗം നന്നായിരിക്കുന്നവർക്ക് സെക്കൻഡ് ഹാഫ് അത്ര നന്നായിരിക്കില്ല, ആദ്യ ഭാഗം അത്ര നന്നല്ലാത്തവർക്ക് സെക്കൻഡ് ഹാഫ് നന്നായിരിക്കും. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ളൊരു വർഷമാണ് 2025. അങ്ങനെയുള്ളൊരു മാറ്റം വരുന്ന ഈ വർഷത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ്. ഈ വർഷം അങ്ങനെ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വർഷമല്ല പൊതുവേ ഉള്ളവർക്കൊക്കെ. അവർ ആക്റ്റീവായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യത ഒന്നുകിൽ ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരാം. അത് ഒരുപക്ഷെ തടസ്സപ്പെടുത്താം ജാതകത്തിൽ അനുകൂലമല്ലാത്ത ഫലങ്ങളാണ്, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ദശാപഹാരങ്ങളും ജാതകഘടനയും കൊണ്ട് എന്നുള്ള കാര്യം ദൈവജ്ഞൻ തീരുമാനിക്കണം. അടുത്ത കാണിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ഒരു പരിഹാരം കൂടി വാങ്ങി മുന്നോട്ട് പൊക്കോളുക. ഈ വർഷം വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അല്പം ഒരു മെച്ചം പൊതുവെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ളൊരു മെച്ചമായിട്ടുള്ളൊരവസ്ഥ വന്നിട്ടുണ്ടാകാം. ഈ കാര്യവും പറയുമ്പോൾ എല്ലാവരും പറയും, എനിക്ക് കുറച്ച് കാലമായിട്ട് കടമാണ് എന്നോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പറയാറുണ്ട് പലരും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെയധികം ബാധ്യത നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയം വന്നാലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിപ്പോവുക ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് പ്രവർത്തിച്ചാൽ ഈ ബാധ്യത നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കുവാൻ കഴിയും. അപൂർവം ചിലർക്ക്, അതായത് ഭാഗ്യസ്ഥാനം ബലമുള്ളവർക്ക് പൂർണ്ണമായിട്ട് മാറ്റുവാനും കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. 2025 ഈ രാശിയിൽ ജനിച്ചവർക്ക് അല്പം ഒന്ന് ഫസ്റ്റ് ഹാഫിൽ അല്പം ഒന്ന് മെച്ചമാകാനുള്ള ഭാഗ്യമുണ്ട്. പ്രമോഷനോ സാലറി ഒരു ഇൻക്രീസോ അരിയർ വന്നു ചേരാനോ ഉള്ള ഭാഗ്യമുണ്ട്. വാസസ്ഥാനത്തിന്, താമസ സ്ഥലത്തിന് മാറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്. താമസ സ്ഥലത്തിന് മാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അല്പം പണച്ചെലവുണ്ടായാലും ഐശ്വര്യം തന്നെയായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സന്തതി സ്ഥാനം ബലപ്പെടുന്ന ഒരു കാലമാണ്. സന്തതി സ്ഥാനം ബലപ്പെടുന്ന ഒരു വർഷമാണ് 2025. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തതി ഉണ്ടാകാൻ വൈകിയവർക്ക് ഈ വർഷം 2025 അനുകൂലമായിരിക്കും എന്നുള്ളതാണ്.
നമ്പറിൻ്റെ ഒരു പ്രസക്തി കൂടെയാണ്. 2025 9 വരുന്നത് അല്ലേ. ന്യൂമറോളജി പ്രകാരം 9 നമ്മുടെ ഭാരതീയ ജ്യോതിഷം അനുസരിച്ച് 9 എന്ന് പറയുന്ന ദൈവികത ഏറെയുള്ള കാലമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അർത്ഥം കൂടിയുണ്ട് 2025 എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. കുടുംബജീവിതം ആരംഭിക്കുവാൻ യോഗമുള്ള ഒരു വർഷമാണ് 2025. അതുപോലെ ജോലിയിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി എമേർജ് ചെയ്യാം. ആ ഒരു വർക്ക് കൾച്ചറിൽ വ്യത്യാസം വരുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയാം. ആഡംബരങ്ങൾക്കായി ധാരാളം പണം ചെലവാക്കാനുള്ള ഭാഗ്യമുണ്ട്. ഭാഗ്യമാണ്, പണം ചിലവായി പോകും, പക്ഷെ ഭാഗ്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, പൊതുവേ ഒരു ആഘോഷപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ രാശിയിൽ ജനിച്ച വ്യക്തികളിൽ ഒരു 80% കഴിയും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ബേസിക് ഹൊറോസ്കോപ്പ് അടിസ്ഥാന ജാതകം ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 70-80% ആൾക്കാർക്ക്, 80% ആൾക്കാർക്കും ഇങ്ങനെയുള്ള ചെറിയ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട്. യാത്രയും വിദേശയാത്രയ്ക്കും ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ ദൂരദേശ യാത്രയ്ക്ക് ഭാഗ്യമുണ്ട്. വിദേശത്ത് നിന്ന് നേട്ടങ്ങൾ വരാം. ജോലി ഉൾപ്പെടെയുള്ള, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വർഷം 2025 കാണുന്നുണ്ട്. എന്നാൽ 2025 അവസാനം, അതായത് സെക്കൻഡ് ഹാഫ് മുന്നോട്ട് പോകുന്നതോറും ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലേക്ക് വരുമ്പോൾ അധിക പണച്ചെലവ് വരാം. അതാണ് ഒരു സാധ്യത. പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ വർഷത്തിൻ്റെ അവസാനം അല്പം ഒന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് പ്രാർത്ഥന കൊണ്ട് മാറ്റുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം മാസം തോറും ജന്മനാളിന് ശിവക്ഷേത്രത്തിൽ 108 കലശം ജലധാരയും മൃത്യുഞ്ജയ ഹോമവും കഴിപ്പിച്ച് മുന്നോട്ട് പോകുക. ഓം ഹ്രീം നമഃ ശിവായ, ഓം നമോ നാരായണായ ഈ മന്ത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. അത് 2 കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ആരോഗ്യത്തിനും ആയുസ്സിനും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ഈ മന്ത്രജപം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാ ഐശ്വര്യങ്ങളും വരുവാനായി പ്രാർത്ഥിക്കുന്നു. സന്തോഷമായിരിക്കും. ഇടവം രാശി കാർത്തിക അവസാനത്തെ 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ചെലവ് ഏറിയിരുന്ന കാലമായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട്. വരുമാനം ഉണ്ടായിരുന്നിരിക്കാം, എന്നാൽ ചെലവ് ഏറിയിരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മാനസിക പ്രയാസം. ഇതിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക, വരുന്നത് മുഴുവനും കയ്യിൽ നിന്ന് പോവുകയാണ്. അധിക വരുമാനമൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ട് എന്താ കാര്യം? എന്നാൽ വലിയ ബാധ്യതയുള്ളവർ പറയുമോ അധിക വരുമാനമൊന്നും വന്നിട്ടില്ല, കാരണം അവർക്കത് തോന്നുന്നില്ല, കാരണം വലിയ ബാധ്യത ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്പം ഒരു വരുമാനം കൂടുതലുണ്ടായാലും അത് വലിയ കാര്യമൊന്നുമല്ല എന്ന് അവർക്ക് തോന്നും. എന്ന് മാത്രമല്ല, വരുമാനം കൂടുതലിനുള്ള ഒരു അവസരം വന്ന് ചേർന്നാലും അവർ ഇപ്പോൾ ഇത്രയും കാശ് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും അധിക വരുമാനത്തിന് പോലും തടസ്സം ഏർപ്പെടാം എന്നുള്ളതാണ്. അതിനൊരു അവസരം ലഭിച്ചിട്ട് തടസ്സം ഏർപ്പെടാം. അത് കഴിഞ്ഞ കാലങ്ങളിൽ പൊതുവേ അങ്ങനെ തന്നെയായിരുന്നു. ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗവും, അതായത് ഒരു മാർച്ച് വരെ അത്ര സുഖകരമല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ തുടരാം. എന്നാൽ മെയ് മാസം മുതൽ ക്രമേണ ഈ രാശിയിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ വർഷാവസാനത്തോടുകൂടി 2025 വർഷാവസാനത്തോടുകൂടി വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം, ജോലിയിൽ വരുമാന വർധനവ്, കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് തരക്കേടില്ലാത്തൊരു ജോലി വന്നു ചേരുവാനും, ദൂരദേശത്തും വിദേശത്തും സെക്കൻഡ് ഹാഫിൽ യാത്ര ചെയ്യുവാനും, ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുവാനും, കൂടുതൽ പണമോ അല്ലെങ്കിൽ പ്രസൻസോ ഒക്കെ ലഭിക്കുവാനും ഉള്ള ഒരു യോഗം 2025 എന്നറിയാം. അപ്പോൾ തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം. അത് കൂടാണ്ട് നമ്മുടെ രാശിയെ ഒന്ന് ബലപ്പെടുത്തേണ്ടതും അത്യാവശ്യം. രാശിനാഥൻ ശുക്രനാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം നടത്തൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശുക്ര സ്തോത്രം ജപിക്കാം, അതുപോലെ തന്നെ ദേവീ സ്തോത്രം ജപിക്കാം. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുന്നതുകൊണ്ട് ഈ കടം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട.
മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ സെക്കൻഡ് ഹാഫിൽ വർഷം കഴിയുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന അനുകൂലമായിട്ട് കാണുന്നു. ഫസ്റ്റ് ഹാഫിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ നല്ല സമയമല്ല എന്നുള്ള കാര്യം അറിയുക. കാരണം ഈ തീരുമാനങ്ങളിലൊക്കെ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദൈവാധീനകാരകൻ്റെ ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് ശക്തനായിട്ട് വരുന്നത്. അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരുന്നതിന് ശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിലും ബിസിനസ് എക്സ്പാൻഷൻ്റെ കാര്യത്തിലുമൊക്കെ. അപ്പോൾ വർഷാവസാനത്തോടുകൂടി ഈ രംഗങ്ങളിലൊക്കെ പുരോഗതി ദൃശ്യമായി തുടങ്ങും. ബാധ്യതയുള്ളവർക്ക്, കടവുള്ളവർക്ക് അത് കുറയ്ക്കുവാനുള്ളൊരു സാഹചര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. അധിക പണച്ചെലവ് ഈ വർഷവും തുടരുവാനാണ് സാധ്യത എന്നുള്ള കാര്യം ആദ്യം അറിയാം. വർഷത്തിൻ്റെ ആദ്യ ഭാഗം അല്പം ഒരു വരുമാന വർധനവ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ചെലവുണ്ടായിരിക്കുമെങ്കിലും വരുമാന വർധനവ് കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് പോയി കഴിയുമ്പോൾ, അതായത് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ ആയി കഴിയുമ്പോൾ ചെലവ് അല്പം ഒന്ന് കുറയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പരിഹാരം വേണ്ട ഒരു വർഷമാണ് എന്നുള്ള കാര്യം അറിയുക. ശനിപ്രീതി അത്യാവശ്യം വരുത്തണം എന്നുള്ളതാണ് 2025 അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം. കാരണം വിവാഹം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അവിചാരിതമായിട്ട് വന്നു ചേരുന്ന ഒരു കാലമാണ്. ബിസിനസ്സിലും അതുപോലെ ഒരു സ്റ്റാഗ്നേഷൻ, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാനുള്ള ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ വരിക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം 2025 പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യം അറിയുക. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യാഴൻ അത്ര അനുകൂലമല്ല എന്നുള്ളതാണ്. ശനിയും ആ മാറ്റം അത്ര സുഖകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുവെങ്കിലും അതിലും തടസ്സങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അനുകൂല ഭാവം വന്നാലും പല കാര്യങ്ങളിൽ. അപ്പോൾ അവിടെയും നമുക്ക് ശനിപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്നുള്ള മന്ത്രം ദിവസവും ജപിക്കേണ്ടത് അത്യാവശ്യം. ഈ വർഷം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം, കൂട്ടുകെട്ട് നിയന്ത്രിക്കണം എന്ന് മാത്രമല്ല വാഹനം ഹൈ സ്പീഡിൽ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. പല പ്രയാസങ്ങളും വാഹനവുമായി ബന്ധപ്പെട്ടും കാണുന്നുണ്ട്. വാഹനത്തിന് വേണ്ടി പണം മുടക്കുന്നതും അത്ര ശുഭമല്ല എന്നുള്ളതാണ്. എന്തായാലും വാഹനമുള്ളവർക്ക് പണം ചിലവാകുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ വർഷത്തെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട്. എന്നാലും വർഷത്തിൻ്റെ അവസാന മാസം ഡിസംബറിൽ ഒരു ആശ്വാസം വരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ഈ പ്രാർത്ഥന അത്യാവശ്യം എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. പൊതുവേ ഈ വർഷത്തിൽ അല്പം ഒരു മെച്ചം ഉണ്ടാകാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് കർക്കിടക രാശിക്കാർക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം. വർഷങ്ങളായിട്ട് കർക്കിടക രാശിക്കാർക്ക് ഇപ്പം ശരിയാകും എന്ന് പറഞ്ഞ് കാര്യങ്ങൾ എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്നുണ്ടാകാം. എന്നാൽ അതിലൊക്കെ അവിചാരിതമായിട്ട് ഭാഗ്യസ്ഥാനത്ത് വ്യാഴൻ വന്നിട്ട് പോലും കർക്കിടക രാശിക്കാർക്ക് അത്ര നല്ല ഫലം വന്നില്ലല്ലോ. എന്താ ഇപ്പം അതിന് കാരണമെന്ന് പലരും പ്രേക്ഷകർ തന്നെ ജ്യോത്സ്യന്മാരോട് ചോദിക്കാറുണ്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം കണ്ടകശനി വന്നു, പിന്നെ അഷ്ടമശനി വന്നു. അപ്പോൾ കഴിഞ്ഞ് 2.5 വർഷമായിട്ട് അഷ്ടമശനി കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയായിരുന്നു. അതുകൂടാണ്ട് ഇടയ്ക്കിടയ്ക്ക് രാഹു കേതുക്കളുടെ സ്ഥിതിയും അത്ര ശോഭനമല്ലായിരുന്നു. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് പല നേട്ടങ്ങളും കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുണ്ടാകാമെങ്കിലും അവർ പ്രതീക്ഷിച്ചിടത്തോളം ഒരു ഉയർച്ച അല്ലെങ്കിൽ ജാതകത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരുന്ന രീതിയിൽ പൊതുവെ ജ്യോത്സ്യന്മാർ പറഞ്ഞ രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവില്ല. പലതിനും അവിചാരിതമായിട്ടുള്ള തടസ്സവും മനപ്രയാസവും
ഇപ്പോൾ പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പോവുക, ജോലിയിൽ തടസ്സം, സുപ്പീരിയർ ഓഫീഷ്യൽസിനെ കൊണ്ടോ കൊളീഗ്സിനെ കൊണ്ടോ ഒക്കെ പല പ്രയാസങ്ങളും, വസ്തു അങ്ങോട്ട് സെല്ല് ചെയ്ത് പോകുന്നില്ല, മറ്റൊരു കാര്യം, എന്നിട്ട് വേണം ഒരു വീട് വയ്ക്കാൻ, അതിലും തടസ്സം, എല്ലാം അങ്ങനെ അനുകൂലമായിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു സ്റ്റാഗ്നേഷൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. അതിലൊക്കെ മാറ്റം വരുന്നൊരു വർഷം തന്നെയാണ് 2025. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ജ്യോത്സ്യനെ കാണണം. നേരത്തെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. അതായത് ജ്യോത്സ്യൻ അടുത്തുള്ള ഒരു ദൈവജ്ഞനെ കണ്ട് ജാതകത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണോ എന്ന് പരിശോധിക്കണം. അതായത് ലാഭസ്ഥാനത്തിന് ബലമുണ്ടോ, ധനസ്ഥാനത്തിന് ബലമുണ്ടോ, കളത്രസ്ഥാനത്തിന് ബലമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് 2025. കാരണം ഇമ്പോസിബിൾ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കം എന്നാണ് പൊതുവേ നമുക്ക് ഗ്രഹസ്ഥിതി വെച്ച് പറയാനുള്ളത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഈ വന്നു ചേർന്നിട്ട് കാര്യമില്ല, അത് നമുക്ക് നടക്കുമോ ഇത് എന്നുള്ളൊരു ഡൗട്ട്, അതായത് കുറേ പരാജയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കും. അപ്പോൾ മാറ്റങ്ങളുടെ ഒരു സാധ്യത ഏറെയുള്ള വർഷം തന്നെയാണ് 2025. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുവാനും പ്രണയ സാഫല്യത്തിനും യോഗമുള്ള വർഷമാണ് 2025. ബിസിനസ്സിൽ ഒരു എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വരും. വാസസ്ഥാനം മാറാനുള്ള ഒരു യോഗമുണ്ട്. വസ്തുവിലൊക്കെ ഒരു ട്രാൻസാക്ഷൻ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബസ്വത്ത് കയ്യിൽ സ്വയം ലഭിക്കാനുള്ളൊരു യോഗമുണ്ട്. അതുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രാശിയിൽ ജനിച്ച 3 നക്ഷത്രങ്ങൾക്കും, അത് പുണർന്നത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം, അവർക്ക് ജീവിതത്തിൽ പല പ്രോഗ്രസ്സും വന്നു ചേരാനുള്ള യോഗമുണ്ട്. ശനിമാറ്റം, അഷ്ടമശനി മാറുന്നു എന്നുള്ളതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളിൽ അല്പം ഒരു കുറവുണ്ടാകും എന്നുള്ളതാണ്. വ്യാഴൻ പക്ഷേ ലാഭസ്ഥാനത്ത് നിന്നും വ്യാദുരിത സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചിലവെങ്ങനെയായാലും ഉണ്ടാവും, പക്ഷെ ചിലവാക്കുവാനുള്ള പണം കയ്യിൽ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗ്യാനുഭവം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ക്ലോസിങ് മന്ത്സ് എന്ന് പറയുന്നത് വളരെയധികം അക്വിസിഷനും കാണുന്നുണ്ട്. പണം ചിലവാക്കി വാഹനം വാങ്ങുക, അല്ലെങ്കിൽ വസ്തു വാങ്ങുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, വീട് വാങ്ങുക, പൊതുവെയുള്ള കാര്യങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാകുക, ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ അൺഎക്സ്പെക്റ്റഡ് ഗെയിൻസ് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാന വർധനവ്, പുതിയ ബിസിനസ്സിനുള്ള സാധ്യത, അൺഎക്സ്പെക്റ്റഡായിട്ട് പലരുടെയും സഹായങ്ങൾ വരിക, വളരെ കാലം ആഗ്രഹിച്ച വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് എല്ലാവരും പ്രണയം, ഇനിയിപ്പോൾ ആണോ പ്രണയം എന്നൊക്കെ ചോദിക്കും. പ്രണയം മാത്രമല്ലല്ലോ, നമ്മൾ ആരെയും ഒരു പരിചയം കൊണ്ട് ഒരു പക്ഷേ അതിലായിരിക്കും നമ്മുടെ ഉയർച്ചയുണ്ട്. അതിനൊക്കെ ഏറെ സാധ്യതയുള്ള കാലമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് പ്രായമായവർ, 5-ാം വ്യാഴവട്ടം കിടന്നവർ എന്ന് പറയും. അതായത് 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയൊരു ദോഷമുള്ളൊരു കാലമാണെന്നുള്ളതല്ല. ഒന്ന് ശ്രദ്ധിച്ചോളുക, അത്രയേ ഉള്ളൂ. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരനുഷ്ഠിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം. ഭദ്രകാളി പ്രീതിയും അത്യാവശ്യം. ചൊവ്വാഴ്ചകളിൽ ദുർഗാഭദ്ര ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ഭദ്രകാളി സ്തോത്രം ദിവസവും ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പഴയൊരു ഭദ്രകാളി ഇഷ്ടസൂക്തം തന്നെയുണ്ട്, കേശാഗ്നിങ്കേശി ആരംഭിക്കുന്ന, അത് ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ശ്രീ ദുർഗാ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും. 2025 സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. കണ്ടകശനി അഷ്ടമശനിയാകുന്ന ഒരു വർഷമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത് ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. 4-ാം വ്യാഴവട്ടം കടന്നവർ, 48 വയസ്സ് കടന്നവർക്ക്, അവർക്ക് ഈ കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സമയമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ കൺട്രോൾഡായിട്ടിരിക്കുക, ഒരു പ്രയാസവും വരില്ല. എന്നാൽ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല മാറ്റം വരുന്നുണ്ട് ലാഭസ്ഥാനത്തിലേക്ക് എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് ഹാഫ് ഓഫ് 2025 അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്.
എന്നാൽ ഈ അവസരങ്ങൾ വന്നിട്ട് അതങ്ങ് ഡിസപ്പിയർ ചെയ്യും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവസരങ്ങൾ വരുന്നത് ശ്രദ്ധയോടുകൂടി തന്നെ ഡീൽ ചെയ്യേണ്ട കാലമാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് ജീവിതം പൊതുവെ ഒരു ഗെയിനിൽ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കും. വിദ്യാഭ്യാസ യോഗ്യത, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് വരാം. ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എമർജ് ചെയ്യും. സെക്കൻഡ് ഹാഫ് ആയിരിക്കും പൊതുവെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നത്. ഈ വർഷം കഴിയുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് വരുമാനം വരാനും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുവാനുമുള്ള ഭാഗ്യം കാണുന്നു എന്ന കാര്യം പ്രത്യേകിച്ച് അറിയുക. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ മാറ്റേണ്ടത് അത്യാവശ്യം. ഈ രാശിയിൽ ജനിച്ചവരും ശനിപ്രീതി, ഹനുമൽ പ്രീതിയാണ് വരുത്തേണ്ടത്. ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ആഞ്ജനേയ സ്തോത്രം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും വൈകാരികമായിട്ടൊരു സന്തോഷമൊക്കെ വരാൻ ഭാഗ്യം ഈ പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വർഷത്തിൻ്റെ ആദ്യ ഭാഗം നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. ജോലിക്കുള്ള സാധ്യതയുണ്ട്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ആദ്യത്തെ 3 മാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉയർച്ചയ്ക്ക് സാധ്യത ഏറെയുണ്ട്. ഈ സമയത്തുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ വർഷം മുന്നോട്ട് പോകുന്തോറും പിന്നീട് കാര്യങ്ങൾ കുറച്ച് ഇൻസെക്യൂറായിട്ട് വരും. അതുകൊണ്ട് ഈ സമയത്ത് ജോലി മാറാം, പുതിയ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാം. എന്ന് മാത്രമല്ല, കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ജോലി ലഭിക്കാം, വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാം. ഇതിനൊക്കെയുള്ള യോഗം ആദ്യത്തെ 3-4 മാസങ്ങളിൽ വളരെ പ്രകടമായിരിക്കും. ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർഷിപ്പ് വരിക, ഫ്ലാറ്റ് ആൻഡ് പ്രോപ്പർട്ടി പർച്ചേസ് നടത്തുക, വാങ്ങുക, ഇതിനൊക്കെയുള്ള ഭാഗ്യം ഫസ്റ്റ് ഫ്യൂ മന്ത്സിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് നമ്മൾ ശരിയാക്കി വിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വർഷം മുന്നോട്ട് പോയാലും അപ്പം സാധ്യമാകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദൈവാധീനം ഏറിയിരിക്കുന്ന 2025 ഫസ്റ്റ് പാർട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പ്രയാസങ്ങൾ കുറയും. നേട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ 2025 സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന അത്ര അങ്ങോട്ടൊരു ശുഭകരമായിട്ടുള്ള സമയമല്ല. അതൊരു മാർച്ച് ഏപ്രിൽ മുതൽ ക്രമേണ കാര്യങ്ങൾക്ക് തടസ്സം വരുന്നതായിട്ടും അഭിപ്രായ വ്യത്യാസവും കുടുംബസുഖക്കുറവും വരാം. ഓഫീസിൽ കൊളീഗ്സിനെ കൊണ്ടും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാം. സുപ്പീരിയർ ഓഫീഷ്യൽസ് പലതരത്തിൽ നമുക്ക് ടെൻഷൻസ് നൽകാം. കൂടുതൽ വർക്ക് നമുക്ക് വരുന്നത് കൊണ്ടുള്ള ടെൻഷൻസും അത് കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് പ്രോബ്ലംസിലും ഒക്കെ കൊണ്ട് ചെന്നെത്തിക്കാം എന്നുള്ളത് കൊണ്ട് 2-3 കാര്യങ്ങളാണ് അവിടെ പറയാനുള്ളത്. ഒന്ന്, സംസാരവും പെരുമാറ്റവും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളൊരു പ്രാർത്ഥന നടത്തണം. നമ്മുടെ സംസാരത്തിൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യത്തിനാണ് പ്രാധാന്യം. ഇപ്പോൾ സരസ്വതി ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്ര ദർശനം നടത്തുക. പ്രധാനപ്പെട്ട സരസ്വതി ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കമ്പറൂരുണ്ട് സരസ്വതി ക്ഷേത്രമുണ്ട്, മധ്യ കേരളത്തിലുണ്ട്. ഒരു ദിവസം അവിടെ ഭജനം ഇരിക്കുന്നത് നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മൂകാംബികയിൽ പോകാം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം ദിവസവും 9 പ്രാവശ്യം ജപിച്ചോളൂ. ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം വന്നു ചേരുവാനും നമുക്ക് കൺവിൻസിങ് പവർ, മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിലുള്ള പവർ, ശക്തി കൂടുവാനും സാധ്യതയുള്ള വർഷമാണ് ഈ പ്രാർത്ഥന കൊണ്ട് എന്നുള്ള കാര്യം അറിയുക. സന്തോഷമായിരിക്കുക. ജീവിതം കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. പ്രാർത്ഥന, ഈ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വർഷത്തിൻ്റെ 2ാം ഭാഗമായിരിക്കും കൂടുതൽ മെച്ചം എന്നുള്ളതാണ്. വർഷം കഴിയുന്നതിന് മുൻപ് 2025 കഴിയുന്നതിന് മുൻപ് സാമ്പത്തികമായിട്ട് ഒന്ന് മെച്ചപ്പെടുവാനും വരുമാനം വർദ്ധിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്.
വിവാഹ കാര്യങ്ങളിൽ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം വരാനുള്ള യോഗമുണ്ട് എന്നറിയുക. കുറച്ചുകൂടി നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുവാനും കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് വർഷം കഴിയുന്നതിന് മുമ്പ് ലഭിക്കുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വർഷത്തിൻ്റെ ആദ്യ ഭാഗം മനസ്സിന് ഏറെ ടെൻഷനും ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളും, ഒരു പ്രായം കഴിഞ്ഞവർക്ക് നമ്മൾ ഈ സംഭ്രമം എന്നൊക്കെ പറയുമല്ലോ, ഒരു കാര്യവും ഇല്ലാണ്ട് തന്നെ മനസ്സിനൊരു ഡിപ്രഷനും ഒക്കെ വരുന്ന ഒരു സമയമാണ് വർഷത്തിൻ്റെ ആദ്യ ഭാഗം. എന്നാൽ അത് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം എന്നാരംഭിക്കുന്ന ആ ശ്ലോകം ദിവസവും 9 പ്രാവശ്യം ജപിച്ചോളൂ. വ്യാഴപ്രീതി, വിഷ്ണുപ്രീതി തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തൊരു പക്ഷേ വരുവാൻ സാധ്യതയുള്ള സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല വർക്കും ഡിലേഡ് ആവുക, ആ അവസ്ഥയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. വർഷം കഴിയുന്നതിന് മുൻപ് അല്പം ഒരു ഫൈനാൻഷ്യൽ ബെറ്റർമെൻറ്റ് ഉണ്ടാകുവാനും പൊതുവേ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ശുക്രപ്രീതി കൂടി വരുത്തിയാൽ, അതായത് ദേവീപ്രീതി കൂടി വരുത്തിയാൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും, സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. വർഷത്തിൻ്റെ ആദ്യ ഭാഗം നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. അതുകൂടാണ്ട് അൺഎക്സ്പെക്റ്റഡ് സോഴ്സസിൽ നിന്നും ഇൻകം വരാനും, വസ്തുവിൻ്റെ ക്രയവിക്രയം, അത് വാങ്ങുക കൊടുക്കുക, ഇതിനൊക്കെയുള്ള ഒരു അവസരവും വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വർഷം കാണുന്നു. പ്രത്യേകിച്ച് ആദ്യ ഭാഗം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹം വളരെ കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ വിവാഹം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. സന്തതിയുടെ ജനനം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ആഘോഷമോ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ദീർഘദൂര യാത്രകൾ, വിദേശത്തും ദൂരദേശത്തും ജോലി, എഡ്യൂക്കേഷൻ, ഇവയുമൊക്കെ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ലഭിക്കുവാനുള്ള യോഗം തന്നെയാണ് കാണുന്നത്. സന്തതി, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ പ്രയാസങ്ങൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ സന്താന ഗോപാല മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അകാരണമായിട്ടുള്ള ഒരു മെൻ്റൽ ടെൻഷനുള്ള സാധ്യത 2025 അതും ഈ അർച്ചന കൊണ്ട് മാറിക്കിട്ടും. നാരായണീയ പാരായണം കൂടിയുണ്ട് എങ്കിൽ ഈ വർഷം സുഖകരമായിട്ടും സന്തോഷകരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ഈ പ്രാർത്ഥന കൊണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക, സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ഈ വർഷം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കാരണം പല കാര്യങ്ങളിലും നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനും അതിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഏറെ പ്രസക്തി ഉണ്ടാകുവാനും യോഗമുള്ള വർഷം തന്നെയാണ് 2025 എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഏറ്റവും പ്രധാനം വിവാഹ കാര്യമാണ്. വിവാഹം ഒരുപക്ഷെ വളരെ വർഷങ്ങളായിട്ട് നടക്കാണ്ടിങ്ങനെ വൈകി പോയവർക്ക് 2025 ദൈവജ്ഞനെ കണ്ട് ജാതക പരിശോധന നടത്തി ജാതകത്തിൽ ചൊവ്വാദോഷമോ രാഹുദോഷമോ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥന കൊണ്ടും പരിഹാരങ്ങൾ കൊണ്ടും ഒക്കെ അങ്ങോട്ട് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ വർഷം തന്നെ വിവാഹ യോഗമുണ്ട്. ജോലിയിലൊരു ബെറ്റർമെൻറ്റ് സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിക്കാം. പുതിയൊരു MNCയിലേക്കോ പുതിയൊരു വലിയ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ മാറുവാനുള്ള ഭാഗ്യം ഈ വർഷത്തിൻ്റെ അവസാന ഭാഗം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല ബിസിനസ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഇതിനുള്ള യോഗവും വർഷത്തിൻ്റെ അവസാനം കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പൊക്കോളുക. കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ് നേരത്തെ പറഞ്ഞതുപോലെ ദൈവാധീനം വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് കുറച്ചു കാലമായി നടക്കാണ്ടിരിക്കുന്ന എന്ത് പ്രോജക്റ്റായാലും, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യമായാലും, സന്തതിഭാവത്തിൻ്റെ അല്പം ഒരു ടെൻഷനായാലും എല്ലാം ഈ വർഷം അവസാനം അതായത് ഈ 2025 കഴിയുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷൻസ്, അനുകൂലമായിട്ടുള്ള സൂചനകൾ ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വ്യാഴപ്രീതി കൂടി വരുത്തിക്കോളൂ. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങൾക്കും ഭഗവാൻ
ഒരു മാർഗം കാണിച്ചു തരും. അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തുവാനുള്ള മാർഗം ഭഗവാൻ കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. 2025 വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വർഷമായിരിക്കും. ദൂരയാത്ര, പിക്നിക്, ട്രിപ്സിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. പുതിയ സൗഹൃദങ്ങൾ വരാം. ആ സൗഹൃദങ്ങളിലൂടെ സാമ്പത്തികമായിട്ട് മെച്ചമാകാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. നല്ലൊരു ജോലി ഈ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ജോലിയിൽ പ്രമോഷനോ ശമ്പള കൂടുതലോ ഒക്കെ വർഷത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ വന്നു ചേരുവാനുള്ള യോഗവും ഭാഗ്യവുമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന വർഷമായതുകൊണ്ട് ജാതക പരിശോധനയൊക്കെ നടത്തി വിവാഹത്തിൽ മുന്നോട്ട് പോവുക. കുടുംബജീവിതം ഈ വർഷം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. രണ്ടാം ഭാഗത്തിൽ സെക്കൻഡ് ഹാഫിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ടെൻഷൻസോ അധിക പണച്ചെലവ് കൊണ്ട് കുടുംബത്തിനകത്ത് വരുന്ന ഒരു ചെറിയ പ്രയാസമോ ഒക്കെ കാണുന്നുണ്ട്. എങ്കിലും ഈ വർഷം നേട്ടങ്ങളുടെ ഒരു സൂചന തന്നെയാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ആരോഗ്യപ്രയാസങ്ങൾ അല്പം ഒന്ന് കുറയാനുള്ള യോഗമുണ്ട് 60 വയസ്സിന് താഴെയുള്ളവർക്ക് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് അത് കാണുന്നുണ്ട്. അതായത് വീടാകാം, ഫ്ലാറ്റാകാം, വസ്തുവാകാം, ഇതൊക്കെ അധീനത്തിൽ വന്ന് ചേരുവാനോ അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വിൽക്കാനോ കഴിയും. അതുകൊണ്ട് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പൊതുവെയുള്ള അനുകൂലമായിട്ടുള്ള സൂചനകൾക്ക് പ്രാധാന്യമേറുന്ന ഒരു രാശി ആയതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പ്രാർത്ഥന കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളിലും അനുകൂല ഭാവം എത്തിക്കുവാനായിട്ടൊരു ഗണപതി പ്രീതിയാണ് അത്യാവശ്യം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. നമ്മൾ ദിവസവും ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം 5 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിച്ചുകൊണ്ട് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഗണപതി ഭഗവാനെ, അടുത്ത ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ വണങ്ങിക്കൊള്ളൂ. ജീവിതത്തിൽ ഈ വർഷം സുനിശ്ചിതമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം. നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ബേസിക് ഹൊറോസ്കോപ്പിലെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ജാതകം ഒന്ന് പരിശോധിച്ച് പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ 3/4 ഭാഗം. വർഷത്തിൻ്റെ ആദ്യ ഭാഗം അച്ഛൻ, അതായത് ടെൻഷൻസ്, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, അതിപ്പോൾ ഇത് അച്ഛൻ വഴിയുള്ള അവരുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും പ്രയാസങ്ങളോ അധിക പണച്ചെലവോ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ ഒക്കെ വരാം. എന്നാൽ വർഷം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഏറിയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ അവസാനത്തെ 4 മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ബെറ്റർമെൻറ്റ് പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പോഴത്തെ വാഹനം ചിലപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു താല്പര്യം ഏറെ വരുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പുതിയ നല്ല കോഴ്സസിന്, പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം 2025 കാണുന്നു. കോഴ്സസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് നല്ലൊരു ജോലിയും പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വർഷമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. വിവാഹകാര്യങ്ങൾ ഒരു തീരുമാനമാകാം. എന്നാൽ ഇതും വർഷത്തിൻ്റെ രണ്ടാം ഭാഗത്തിലായിരിക്കും വളരെ പ്രകടമായിട്ട് വരുന്നത്. 2025 കഴിയുന്നതിന് മുമ്പ് തന്നെ കുടുംബം, ഒരു സ്ഥിരതായിട്ടുള്ള ഒരു താമസം, സ്വന്തമായിട്ടുള്ളൊരു വാസസ്ഥാനം, വാഹനം, ഇതൊക്കെ ലഭിക്കുവാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങും എന്ന് സ്വയം മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. എന്നാൽ വർഷത്തിൻ്റെ ആദ്യ ഭാഗം ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ശരീരരക്ഷ അത്യാവശ്യം വേണ്ട ഒരു വർഷമാണ്, പ്രത്യേകിച്ച് ആദ്യ ഭാഗം 2025 എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പൊതുവെ തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ നീക്കുവാനായിട്ട് ഈ രാശിനാഥനായിട്ടുള്ള ശനിയെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദിവസവും ശനി സ്തോത്രം ജപിച്ചോളൂ. ഓം ശനൈശ്ചരായ നമഃ എന്ന് ചൊല്ലി വേണം അത് പൂർത്തിയാക്കുവാനായിട്ട്. ഈ മന്ത്രം 108 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കാം എന്നുണ്ടെങ്കിൽ ഈ വർഷം
വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ സന്തോഷകരമായി മുന്നോട്ട് പോകുവാനും സാമ്പത്തികമായിട്ടുള്ളൊരു ബെറ്റർമെൻറ്റ് വർഷത്തിൻ്റെ അവസാനം ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ അല്പം ഒരു കുറവുണ്ടായിട്ടുണ്ടാകാം. അതായത് ഐസൈറ്റുമായിട്ടുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, അങ്ങനെയുള്ള പ്രയാസങ്ങളിലൊക്കെ ഒരു കുറവ് വരാനുള്ള ഭാഗ്യം 2025 കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം അധിക പണച്ചെലവായിരുന്നു, അതുകൊണ്ട് ഒരു ഫൈനാൻഷ്യലി ടൈറ്റായിട്ടുള്ളൊരു പൊസിഷനിലായിരുന്നിരിക്കാം. 2025 വർഷം മുന്നോട്ട് പോകുന്തോറും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ദൃശ്യമാകും. കലാസാഹിത്യം, സംഗീതം ഇങ്ങനെയുള്ള രംഗത്ത് നിന്നൊക്കെ വരുമാന വർധനവിനുള്ള യോഗമുണ്ട് 2025 എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വിവാഹ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കുറയുന്നതായി അനുഭവപ്പെടും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബിസിനസ് ഒരു എക്സ്പാൻഷനുള്ളൊരു യോഗം, പുതിയ ലൈസൻസൊക്കെ ലഭിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ത്രൂ സം സോഴ്സ് വരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. അലർജിക് കണ്ടീഷൻസ് ആൻഡ് സ്കിൻ പ്രോബ്ലംസും തുടരാനുള്ള ഒരു സാധ്യത പ്രകടമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നമ്മളെന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം. പുതിയ ബിസിനസ്സിന് അത്ര നല്ലൊരു സമയമല്ല 2025. അറിയില്ലാത്തൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ളൊരു താല്പര്യം ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റിവെക്കണം എന്നുള്ളതിൽ സംശയം വേണ്ട. പരീക്ഷാ വിജയവുമൊക്കെ പ്രതീക്ഷിക്കാം ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് മന്ത്സിൽ, അതായത് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ചെറിയൊരു ബെറ്റർമെൻറ്റ് പ്രതീക്ഷിക്കാം. എന്നാലും പൊതുവെ കൂട്ടുകൂടി സമയം കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ്. സമയം വെറുതെ അങ്ങനെ എക്സോസ്റ്റഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വർഷം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി 2025 എന്നുള്ള വർഷം കൈകാര്യം ചെയ്യണം. ഉയർച്ച, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വർഷമാണ് 2025. ബെറ്റർ പീരീഡ് ഈസ് എഹെഡ്. അപ്പോൾ ആ ലക്ഷ്യത്തോടുകൂടി 2025 മുന്നോട്ട് കൊണ്ടുപോകണം. തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി ഇടവശനിക്കാലത്തിൻ്റെ ഒരു കുറച്ചൊരു മൂർധന്യാവസ്ഥയിൽ നമ്മൾ പറയുമല്ലോ. അതായത് 7 ശനി 12 ശനി ജന്മശനിയിലേക്ക് മാറുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ വരാം. പൊരുരുട്ടാതി, ഉത്രട്ടാതിക്കായിരിക്കും അത് പ്രധാനമായിട്ടും ആ അവസ്ഥ വരാൻ സാധ്യതയുള്ളവർ. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച 3 പേരും ചെയ്യേണ്ട, 3 നക്ഷത്രക്കാരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർപ്പപ്രീതി വരുത്തുക, നാഗക്ഷേത്ര ദർശനം നടത്തുക, ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എത്രയും ചെയ്യാം എന്നുണ്ടെങ്കിൽ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വലിയ ടെൻഷൻസ് ഒന്നുമില്ലാതെ ഈ പ്രാർത്ഥന കൊണ്ട് ഈ വർഷം കടന്നു പോകുവാൻ കഴിയും. ബെറ്റർ പീരീഡ് ഈസ് എഹെഡ് എന്നുള്ളതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിരിക്കും. 2025 27 നക്ഷത്രക്കാരുടെയും 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾക്കാണ് ഭാരതീയ ജ്യോതിഷത്തിൽ പ്രാധാന്യം കൂടുതൽ എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ആ രീതിയിലാണ് ഈ പ്രോഗ്രാമിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് എങ്കിൽ ഈ വർഷം വളരെയധികം ഗ്രഹമാറ്റമുള്ള ഈ വർഷം തീർച്ചയായിട്ടും ഉയർച്ച നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. ക്ഷേത്ര ദർശനം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകേണ്ട ഒരു വർഷമാണ് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കുക. എല്ലാ മാന്യപ്രേക്ഷകർക്കും 2025 സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സന്തോഷമായിരിക്കാം. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.